ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വന്നിട്ടുള്ളത് ഒരു സ്പാനിഷ് ത്രില്ലർ, മിസ്റ്ററി ത്രില്ലർ മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഈ ഒരു സിനിമയുടെ പേര് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാം. ഇതേ പേരിൽ നാളെ ഒരു മലയാള സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ ആസിഫ് അലിയും അപർണ ബാലപൂരിലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന മിറാഷ് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ 2018 ഇതേപോലെ ഇതേ പേരിൽ ഒരു സ്പാനിഷ് മൂവി റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാരണം അത് കുറച്ച് ദിവസങ്ങളായി ഞാൻ കാണണം എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ സംവിധാനം ചെയ്ത ആളാണ് മെയിൻ കാരണം, ഒറിയോൾ പൗളോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദ ബോഡി, അതുപോലെ തന്നെ ഇൻവിസിബിൾ ഗസ്റ്റ്, ഈ സിനിമകളൊക്കെ കാണാത്തൊരു കുറവായിരിക്കും. കൊറോണ കാലത്തൊക്കെ ഒരുപാട് നമ്മളെ കിളി പറത്തിയ സിനിമകൾ, ട്വിസ്റ്റുകളുടെ ആറാട്ടുള്ള സിനിമകളായിരുന്നു ഈ സിനിമകളൊക്കെ. അപ്പം ഈ സിനിമ സംവിധാനം ചെയ്ത ആളാണ് മിറാഷ് എന്ന ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പം മെയിനായിട്ട് വേറൊരു കാര്യം കൂടി, ഒരു കാരണം കൂടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ മിറാഷ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ റീമേക്ക് ആയിരിക്കുമോ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമ എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതേ സംവിധായകൻ്റെ ദ ബോഡി എന്ന് പറഞ്ഞ സിനിമ ജീത്തു ജോസഫ് ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിരുന്നത്. ഋഷി കപൂർ, അതുപോലെ തന്നെ ശോഭിക ദുലിപാല, ഇമ്രാൻ ഹാഷ്മി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യ സിനിമയായിരുന്നു. ആ സിനിമ ദ ബോഡി എന്ന പേരിലാണ് റീമേക്ക് ചെയ്യുന്നത് ഹിന്ദിയിൽ. പക്ഷേ സിനിമ ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇൻവിസിബിൾ ഗസ്റ്റ്, പിന്നെ എവരു, ഈ തെലുങ്കിൽ എവരു, ഹിന്ദിയിൽ ബാഡ്ല, അങ്ങനെ ഒരുപാട്, യാദാ ഹെ കന്നഡയിൽ, ചൈനീസ്, കൊറിയയിലൊക്കെ റീമേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ദ ബോഡി അതുപോലെ തന്നെ കൊറിയയിൽ വാനിഷ്ഡ് എന്നാണ്, തമിഴിൽ ഗെയിം എന്ന് പറഞ്ഞതിൽ വന്നിട്ടുണ്ട്. അർജുൻ മനീഷൊക്കെ ഒരാളൊക്കെ പ്രധാന വേഷം കൈകാര്യ സിനിമയായിരുന്നു. ഇന്തോനേഷ്യയിലും റീമേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമകളൊക്കെ റീമേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. കൂടാതെ 2022 പിന്നെ ഹിന്ദി സംവിധായകനായ അനുരാഗ് കശ്യപ് ഈ ഒരു സിനിമയുടെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. മിറാഷ് എന്ന ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട്. ദോബാര എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ തപ്സി പനിയൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. ഒരു സംശയം, ഇത് തന്നെയാണോ അത് എന്നുള്ളത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാന്നുള്ളതിൽ കണ്ടതാണ്. കണ്ട സമയത്ത് ശരിക്കും അറിയാമെങ്കിൽ കിട്ടുന്ന സാധനം 2 മണിക്കൂറും 10 മിനിറ്റ് എടുത്തിട്ട് സിനിമ 2 മണിക്കൂർ 5 മിനിറ്റ് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ എവിടെയും ബോറടിപ്പിക്കാതെ പിടിച്ചിരുന്നത് സീറ്റ് എഡ്ജ് മിസ്റ്ററി ത്രില്ലർ എന്നുള്ളത് ഉറപ്പിച്ചു പറയാവുന്നതാണ്. ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ 1989 കഥ നടക്കുന്നത്. അവിടെ ഒരു വലിയൊരു കൊടുങ്കാറ്റ്, അതുപോലെ തന്നെ വൈദ്യുതി പോവുകയാണ്, കറണ്ട് മൊത്തം പോവുകയാണ്. ഒരു ദിവസം 72 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസം വരികയാണ്. ആ രാത്രി 1989 കേട്ടോ. ആ രാത്രി ഫസ്റ്റ് തന്നെ കാണിക്കുന്നതാണ്. ആ രാത്രി ഒരു ചെറിയൊരു പയ്യൻ മറ്റേ ഗിറ്റാർ വായിക്കുകയായിരിക്കും. ടി വിക്ക് മുന്നിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് ഗിറ്റാർ വായിക്കുകയായിരിക്കും. ആ സമയത്ത് ടി വിയിൽ എന്തോ അസ്വാഭാവികമായിട്ട് പല സംഭവങ്ങളും കാണുകയാണ്. അതേ സമയത്ത് തന്നെ പുറത്ത് അടുത്ത വീട്ടിൽ പിന്നെ ഒരു കശപിശയും കാണുകയാണ്. അപ്പോൾ എന്താണ് നോക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ലേഡി, പിന്നെ അവിടെ താമസിക്കുന്ന ഒരു പെണ്ണുങ്ങൾ മരിച്ചു കിടക്കുന്നുണ്ടാവും. കുത്തായിട്ട് മരിച്ചതായിരിക്കും. അപ്പോൾ അവരുടെ ഭർത്താവ് ഒരു ചോര പുരണ്ട കത്തിയായിട്ട് നിൽക്കുന്നത് കാണും. അത് കണ്ട് പേടിച്ച് ഈ ചെറിയ പയ്യൻ ഇറങ്ങി ഓടുകയാണ്. ഓടുന്ന സമയത്ത് ഒരു കാറ് റോഡിലേക്ക് കയറും, ഒരു കാർ ഇടിച്ച് മരിച്ചും പോവാണ്. അതാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് പിന്നെ കാണിക്കുന്ന പ്രസൻറ്റിലാണ്. ഈ ഒരു വീട്ടിലേക്ക് നമ്മുടെ നായികയും മകളും, ചെറിയ മകളാണ്, താമസിക്കാൻ വരികയാണ്. ഭർത്താവും ഉണ്ടാവും. ഭർത്താവ് പിന്നെയാണ് വരുന്നത്, താമസിക്കാൻ വരികയാണ്. അപ്പം അവിടെ വന്നതിന് ശേഷം അവിടെ ഒരു സ്റ്റോർ റൂമിൽ ഈ ടി വി, അതായത് നമ്മൾ 1989 കണ്ട ആ ഒരു ടി വി, ആ പയ്യൻ റെക്കോർഡ് ചെയ്യുന്ന ടിവിയും വീഡിയോ ടൈപ്പും കാണുകയാണ്. അപ്പോൾ അത് പ്ലഗ് കുത്തി വർക്ക് ചെയ്യുന്ന സമയത്ത് അസ്വാഭാവികമായിട്ട് പല സംഭവങ്ങളും ഇവരും കാണും. അതെന്താണെന്നുള്ളത് നോക്കിയാൽ പിന്നെ അന്ന് രാത്രി ഇതേ അവസ്ഥയായിരിക്കും. കൊടുങ്കാറ്റും അതുപോലെ തന്നെ വൈദ്യുതി പിന്നെ പോവുക, അങ്ങനത്തെയുള്ള കാര്യങ്ങളായിരിക്കും നടന്നുകൊണ്ട് 1989 ആ ഒരു ദിവസം നടന്ന അതേ സംഭവമായിരിക്കും ഈ ഒരു സമയത്ത് നടക്കുന്നത്. അപ്പം പ്രസൻറ്റ് ഈ ഒരു സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നടക്കുന്നത്. അപ്പം പിന്നെ ആ ടി വിയിൽ ഈ പയ്യനെ വീണ്ടും കാണുകയാണ്. ഓപ്പൺ ചെയ്ത സമയത്ത് ആ ടി വിയിൽ ആ പയ്യന് ഇവരെ ഈ പെണ്ണിനെയും കാണാം, അതായത് നമ്മുടെ നായികയും കാണാൻ പറ്റും. ഇവർക്ക് അങ്ങോട്ടും കാണാനും സംസാരിക്കാനും പറ്റും. അതായത് 89 ആൾക്ക് ഈ ടി വിയിലൂടെ ഈ പ്രസൻറ്റിലുള്ള നമ്മളെയും കാണാൻ പറ്റും. ഒരു ടൈം ട്രാവൽ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു കൺസെപ്റ്റ്. അപ്പം പിന്നെ അവർ സംസാരിക്കുകയാണ്. ഈ അടുത്ത വീട്ടിൽ ആരോണ്ട് പറയുമ്പോൾ ഞാൻ നിന്നെ എനിക്കറിയാം, നീ മരിച്ചു പോയിട്ടുണ്ട്, ഇപ്പം നീ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ മരിക്കും, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് അവനോട് പറയാണ്. അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ കറണ്ട് പോയി ഓഫായി പോവാണ്. പക്ഷേ അന്ന് രാത്രി
അന്ന് രാത്രി നേരം പിന്നെ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ നായികയുടെ ജീവിതം മൊത്തം മാറി മറിഞ്ഞിട്ടുണ്ടാവും. അതെങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് മാറി മറിഞ്ഞത്, അത് നേരെയാക്കാൻ ഇവർക്കൊണ്ട് പറ്റുമോ എന്നൊക്കെയാണ് ഈ സിനിമയിൽ ടോട്ടൽ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത്രയും സ്റ്റോറി പറഞ്ഞപ്പോൾ ഫുള്ള് സ്പോയിലറായി എന്നുള്ളത്. സ്പോയിലർ അല്ല, ഇത് ഫസ്റ്റ് തന്നെ കാണിക്കുന്ന സംഭവമാണ്. ആദ്യത്തെ ഒരു അരമണിക്കൂർ നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോറി കേട്ട് വിചാരിച്ച് നിങ്ങൾ ആസ്വാദനത്തെ ബാധിക്കില്ല. പിന്നീടാണ് സംഭവ വികാസങ്ങൾ നടക്കുന്നത്. അത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻ ചെയ്ത് നോക്കുക. കിഡ്ലി പറത്തുന്ന സംഭവങ്ങളാണ്. ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ ചിന്തിക്കുക, ആ ഒരു രീതിയിലുള്ള സംഭവമാണ്. ഇവർക്കൊക്കെ എവിടെ നിന്നാണാവും ഇതുപോലുള്ള കൺസെപ്റ്റൊക്കെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കിഡിലൻ അറ്റംപ്റ്റാണ്, കിഡിലൻ കൺസെപ്റ്റാണ്. എന്തായാലും കണ്ടു നോക്കുക. സീറ്റ് എഡ്ജ് ത്രില്ലറാണ്. നമ്മൾ പിടിച്ചിരുത്തുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയുള്ളത്. സ്പാനിഷ് മൂവിയാണ്, പിന്നെ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ആമസോൺ ഈ സിനിമയുടെ മലയാള സബ് ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതാണ് നാളെ ഇറങ്ങുന്ന മിറാഷ് എന്ന മലയാള സിനിമ എങ്കിൽ പൊളിക്കും, സൂപ്പറായിരിക്കും. അത് നമ്മുടെ ഈ ഒരു പിന്നെ കേരള ഈ ഒരു കൺസെപ്റ്റിലേക്ക് മാറ്റിയെടുക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്തിട്ടുണ്ടാകുക കാണാൻ എന്തായാലും താല്പര്യമുണ്ട്. ഇതന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു ഊഹം പറഞ്ഞതാണ്. ചിലപ്പോൾ ഇതാവാതെ ഇരിക്കാം. ഓക്കെ, എന്തായാലും നാളെ ആ സിനിമ കണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ റിവ്യൂ എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.